ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി അസം. നുഴഞ്ഞുകയറ്റക്കാർ അനധികൃതമായി കൈവശപ്പെടുത്തിയ 10 ലക്ഷം ഏക്കർ ഭൂമി ഒഴിപ്പിക്കും. 4 വർഷത്തിനുള്ളിൽ 43,000 ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ചു. പിടിച്ചെടുത്ത ഭൂമി വനവൽക്കരണത്തിനും സംസ്ഥാനത്തെ ജനങ്ങളുടെ ആവശ്യത്തിനായും ഉപയോഗിക്കണമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ദാരംഗ് ജില്ലയിൽ മാത്രം 25,500 ഏക്കറിലെ കയ്യേറ്റങ്ങൾ ഇതുവരെ ഒഴിപ്പിച്ചു. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ നേരത്തെ 2021 മുതൽ കർശനമായ നടപടിയെടുത്ത് പോന്നതാണ് അസം സർക്കാർ. പക്ഷേ അതിനിടെ ചില മേഖലകളിൽ നിന്നും അത് ബംഗാളി മുസ്ലിങ്ങൾക്കെതിരെ ഈ സംസ്ഥാന സർക്കാർ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയുണ്ടായി. തുടർന്നാണ് ഇപ്പോൾ അതിൻ്റെ കണക്കുകൾ പുറത്തുവിട്ട് അസം സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. നുഴഞ്ഞുകയറ്റക്കാർ അനധികൃതമായി കൈവശപ്പെടുത്തിയ 10 ലക്ഷം ഏക്കർ ഭൂമി തങ്ങൾ ഒഴിപ്പിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 43,000 ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ദാരംഗ് ജില്ലയിൽ മാത്രം 25,500 ഏക്കറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ബർസോള, ലുംഡിംഗ്, ബർഹപൻഹാർ, അതോടൊപ്പം തന്നെ പൈക്കാൻ, ചാപ്പർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം ഈ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഈ നടപടി നിർത്തിവെക്കില്ല എന്നും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പിടിച്ചെടുത്ത ഭൂമി വനവൽക്കരണത്തിനും സംസ്ഥാനത്തെ പൗരന്മാർക്ക് വേണ്ടിയും ഉപയോഗിക്കും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം കുറേ അധികം നാളുകളായി ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം ഈ ഭാഗത്തേക്ക് രൂക്ഷമായി ഉണ്ട്. ഇവർ വന്ന ശേഷം അവിടുത്തെ വനഭൂമി പിടിച്ചെടുക്കാറാണ് പതിവ്. അവിടെ കയറി കുടിൽ കെട്ടി താമസിക്കും. പിന്നീട് ഇവരെ ഒഴിപ്പിക്കാൻ എത്തുമ്പോൾ അവിടുത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിന് പ്രതിരോധം തീർക്കാറാണ് പതിവ്. മുസ്ലിങ്ങൾക്ക് നേരെ അതിക്രമം നടക്കുന്നു എന്ന രീതിയിൽ പ്രചാരണം നടത്താറാണ് പതിവ്. പക്ഷേ ഇതിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരാണ് എന്നുള്ളതാണ് വസ്തുത. പിന്നോക്കമില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്.